ഹലോ ഗായ്സ്, ഇത് ഞാൻ നാളിലെ സമയത്തെ എൻ്റെ മോളുടെ ഗ്രാജുവേഷൻ പരിപാടിക്ക് മർക്കസ് പബ്ലിക് സ്കൂളിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അവിടെ ഒരു ഫംഗ്ഷനിൽ എന്നെ വിളിച്ചു, ഞാൻ പോയി. എൻ്റെ മകൾ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മർക്കസ് പബ്ലിക് സ്കൂളിൽ നല്ല രീതിയിൽ അവർ എഫിഷ്യൻ്റായിട്ട് അവരുടെ സിലബസ് ആയിക്കോട്ടെ, അവർ എഫിഷ്യൻ്റായിട്ട് കുട്ടികളെ നന്നായിട്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ LKG മുതലാണ് ഞാൻ എൻ്റെ കുട്ടീനെ ചേർത്തിയത്. LKG അതേപോലെ UKG കഴിഞ്ഞ സമയത്ത് ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം വെക്കും. കുട്ടികളുടെ ഒരു സ്റ്റേജിൽ വിളിച്ച് വരുത്തി അവരെ ഒരു കോട്ടലടിച്ച് തൊപ്പിയും, ഇപ്പോൾ അഡ്വക്കേറ്റൊക്കെ ആകുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ ഗ്രാജുവേഷൻ പരിപാടിക്ക് തൊപ്പിയും നല്ലൊരു എന്താ പറയുക ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടുണ്ടാവും. വരിക്ക് നിർത്തിയിരിക്കുന്ന കണ്ട അതൊക്കെ നിർത്തിയിരുന്ന അവരെ സ്റ്റേജിൽ കയറ്റിയിട്ട് അവർക്ക് ഗ്രാജുവേഷനിൽ ഒരു ട്രോഫിയും, മീൻസ് ട്രോഫിയല്ല, ഒരു ഇത് ഫലകവും അതേപോലെ സർട്ടിഫിക്കറ്റും എല്ലാം അവിടുന്ന് കൊടുക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. അപ്പം വളരെ ഹാപ്പിയാണ് ഞാൻ. കാരണം ഈ മർക്കസ് പബ്ലിക് സ്കൂളിൽ ഞാൻ എൻ്റെ കുട്ടീനെ ചേർത്തി. എൻ്റെ 2 മക്കളും അവിടെയാണ് പഠിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കുട്ടിക്ക് എഫിഷ്യൻ്റായിട്ട് വളരാനും നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് കഴിയുന്ന കാലം അവിടെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അത്രത്തോളം എന്നെ സ്വാധീനിച്ച ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ എഫിഷ്യൻ്റായിട്ട് വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ മതത്തിലെ കുട്ടികൾക്ക് അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ നിന്ന് എന്താ പറയുക, ഒരു 1-ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് 2-ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ ഓൾറെഡി നമസ്കാര ആരംഭം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ആ നമസ്കാര ആരംഭം കുട്ടികളെ നമസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം പഠിപ്പിച്ച് അവർ പള്ളിയിലേക്ക് വിടുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, കുട്ടികൾ MDMAൻ്റെ പുറകെ ഓരോ കുട്ടികളും വളരുന്നത് അങ്ങനെയാണ്. സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അത് നമ്മൾ രക്ഷിതാക്കൾ അവർക്ക് അതിനുള്ള എന്താ പറയുക വളം വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ്. നല്ലൊരു കോളേജ് അല്ലെങ്കിൽ നല്ലൊരു സ്കൂളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെറിയ പ്രായത്തിൽ നമ്മളൊരു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ ദീനിപരമായിട്ടും അതേപോലെ സ്കൂൾ പരമായിട്ടും നല്ല CBSE സിലബസ് പരമായിട്ടും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ലൊരു എഫിഷ്യൻ്റായിട്ട് ഒരു കുട്ടിയായിട്ട് വളരുമെന്നുള്ളൊരു തർക്കമൊന്നുമില്ല. ഇപ്പോൾ 2-ാം ക്ലാസ്സിലുള്ള എൻ്റെ മോന് നമസ്കാരാരംഭമായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അവൻ നമസ്കാരത്തിൻ്റെ കാര്യങ്ങൾ അവനൊക്കെ ടൈമിന് നമസ്കരിക്കുന്നത് പള്ളിയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ഈ ഒരു കോമ്പൗണ്ട് ബാലുശ്ശേരി പബ്ലിക് സ്കൂൾ മർക്കസ്, അതിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ടിനുള്ളിൽ ഡയറക്റ്റ് പള്ളിയാണ്. അപ്പോൾ ഈ സ്കൂൾ നേരെ കുട്ടികളെ 2-ാം ക്ലാസ് എത്തിയ കുട്ടികൾ അവിടെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് പള്ളിയിൽ നിന്ന് നമസ്കരിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് അത്രത്തോളം കുട്ടികളാണ് അവിടെ വരുന്നത്. ഓരോ സ്ഥലങ്ങളിൽ നിന്നും, പൂനൂർ, നരിക്കുനി, എളേറ്റിൽ വട്ടോളി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വണ്ടിയിൽ പിക്കപ്പ് വാന് ജീപ്പുകളിലൊക്കെ ആയിട്ടാണ് കുട്ടികൾ അവിടെ പഠിക്കാൻ വേണ്ടി വരുന്നത്. ലോങ് നിന്നാണ് വരുന്നത് കൂടുതലും. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മൾ 3000 rupees നമ്മൾ കൊടുത്തിട്ട് LKG കുട്ടിയൊക്കെയാണെങ്കിൽ 1-ാം ക്ലാസ്സിലേക്ക് 3000 കൊടുത്ത് ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.